നിൽക്കാനല്ലേ ഇവിടെ ഒരു മാസം നിന്നിട്ട് പോയത്. ഇനി ആദ്യം എന്തെങ്കിലും കച്ചറ ഇതാക്കിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? എന്തൊരു കഷ്ടമാണ് പോയത്. ആ തള്ളലേശ്വരം അവിടെ കഴിഞ്ഞില്ലാമേ. ചൂടുവെള്ളം വെക്കുമ്പോ കഞ്ഞി വെക്ക് പറയുന്നത്, കഞ്ഞി വെക്കുമ്പോഴേക്ക് തുണി നനക്ക് പറയുന്നത്. ഏതെങ്കിലും ഒരു പണിയെടുക്കാൻ തമ്മിക്കുന്നില്ല ആ തള്ള. എവിടെയെല്ലാം കടം മേടിച്ചിട്ട് നിന്റെ മംഗലം കഴിച്ചത്. പിന്നെയും നീ ഇങ്ങോട്ട് വന്നിട്ട് കൂടി ഞാൻ എന്ത് ആക്കണ്ടേ? ഇത് ആടെ കഷ്ടപ്പാട് ഇവിടെ കഷ്ടപ്പാട് കറിഞ്ഞിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യനായി മാസം തോറും. ഇനി വന്നില്ലേ എന്നെ ഉള്ളിൽ കയറി എന്തിയാ പുറത്ത് നിന്നിട്ട് മക്കളെ പോവാല ഓളടുത്ത് കഴിയില്ല. പുതിയ TV മേടിച്ചോമേ? എന്നോട് പറഞ്ഞിട്ടേയില്ല. അപ്പൊ ഏട്ടൻ മേടിച്ചതാ? എങ്ങനെയോ മേടിച്ചു. എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. ആ ചെക്കൻ കുറെ കഷ്ടപ്പെട്ടിട്ട് കടവൾ മേടിച്ചു ഒരു TV. അപ്പൊ എന്നോടൊരു വാക്ക് പറയായിരുന്നു. അപ്പൊ അറിഞ്ഞില്ല എന്റെ വില. നിങ്ങൾക്ക് അത്രയല്ലോ. അപ്പൊ നോക്കിയാലും കടം കടം കടം. എനിക്ക് കുറച്ച് പൈസ തരാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. നിന്നെ കെട്ടിച്ചിട്ട് കൊടുക്കുമ്പോ എത്ര കടം മേടിച്ചിട്ട് കെട്ടിച്ചിട്ട് കൊടുത്തത്? എന്നെ നിനക്ക് എന്തി വേണ്ടേ? എന്നെ ഇവിടെ വന്നിട്ട് അപ്പൊ വന്നിട്ട് നീ എന്തി പറഞ്ഞേ? ആ തൊണ്ടിരീക്ഷൽ എങ്ങനെ കഴിഞ്ഞില്ല. വീട് വന്നാലും നിങ്ങളും അങ്ങനെ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എന്താ തിന്നാനുണ്ടാവേ? ആണാ തോര വെള്ളാക്കിയുണ്ട്. കുറച്ച് കഞ്ഞിയുണ്ട്. എടുത്ത് കുടിച്ചാൽ വേണമെങ്കിൽ. ഓൻ്റെ അമ്മേനില്ലേ സ്വന്തം അമ്മേനെ പോലെ കാണണം. പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ കണ്ടാലേ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. പിന്നെ ഇത് എൻ്റെ അമ്മ ഓൻ്റെ അമ്മ എന്ന് എപ്പോഴും കണ്ടുകൂടാ മോളെ. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ബഹുമാനം കൊടുക്കണം നമുക്ക്.